ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ ഓഫ് യു. സോ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് 12ലെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നൊരു ചാപ്റ്ററാണ്. വളരെ ഷോർട്ടാണ്, വളരെ എളുപ്പത്തിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനും കഴിയും. എപ്പോഴും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. സോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതുപോലെ ലാംഡയുടെ ഒരു ഇക്വേഷൻസും അതുപോലെയുള്ള വളരെ കുറച്ച് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് വരുന്നൊരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ 1 by 1 ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ വർക്ക് ഫങ്ഷൻ. സോ വാട്ട് ഈസ് ദ വർക്ക് ഫങ്ഷൻ? എന്താണ് ഒരു വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ വർക്ക് ഫങ്ഷൻ ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന് ആവശ്യമായിട്ടുള്ള ഒരു കുറഞ്ഞ എമൗണ്ടിലുള്ള ഊർജത്തെയാണ്, എനർജിയെയാണ് വി ആർ കോളിങ് ആസ് വർക്ക് ഫങ്ഷൻ. ദെൻ എന്തിനാണ് ആ എനർജി യൂസ് ചെയ്യുന്നത്? ടു ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫേസ്. എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫേസ് ഈസ് കോൾഡ് ദ വർക്ക് ഫങ്ഷൻ. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് എനർജി required by an electron for what? To just escape. മെറ്റൽ സർഫസിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായ എനർജിയെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. ദെൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്. ദ ഫസ്റ്റ് വൺ, ദ നേച്ചർ ഓഫ് ദ മെറ്റൽ. നമ്പർ 2, ദ കണ്ടീഷൻ ഓഫ് ഇറ്റ് സർഫേസ്. മെറ്റലിൻ്റെ നേച്ചറിനെയും സർഫസ് റഫാണോ ഹാർഡാണോ സ്മൂത്താണോ തുടങ്ങിയ കാര്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എലമെൻറ്റിന് മാറുന്നതിനനുസരിച്ച്, ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും ഈ വർക്ക് ഫങ്ഷൻ ചേഞ്ച് ചെയ്യാം. വർക്ക് ഫങ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് W0 അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചുകൊണ്ടാണ്. ഇതിൻ്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ജനറലി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രോൺ വോൾട്ട്? എങ്ങനെ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം? 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ നേടുന്ന, അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജിയെയാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ ആ ഇലക്ട്രോൺ ആക്സിലറേഷൻ സംഭവിക്കുന്നു ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. സോ 1 ഇലക്ട്രോൺ ദാറ്റ് അക്വയറിങ്, ദാറ്റ് ഗെയിനിങ്, അത് നേടുന്നു. ഒരു ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഗെയിൻ ചെയ്യുന്നു when it is accelerated through a potential difference of 1 volt. അപ്പോൾ ഒരു ഇലക്ട്രോൺ നേടുന്ന, ഏൺ ചെയ്യുന്ന, ഗെയിൻ ചെയ്യുന്ന കൈനറ്റിക് എനർജിയെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആയിരിക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വിളിക്കുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ കൺവേർഷൻ, 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.602 into 10⁻⁻19 ജൂൾ എന്നാണ്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. വർക്ക് ഫങ്ഷൻസ് ഓഫ് സം ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്നാണ് അർത്ഥം. സോ ലൈറ്റ് സെൻസിറ്റീവായി വരുന്ന കുറച്ച് മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ്റെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. സീസിയം, പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മൊലിബ്ഡിനം, അങ്ങനെ നമ്പർ ഓഫ് എലമെൻസും അതിൻ്റെ വർക്ക് ഫങ്ഷൻസും
നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈ ഹാർട്ടിങ് ഒന്നും വേണ്ട, എന്നാലും ജസ്റ്റ് മാക്സിമം വാല്യൂ വരുന്നത് പ്ലാറ്റിനം 5 സംതിങ്, മിനിമം വാല്യൂ വരുന്നത് CCയത്തിനുമാണ്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. I am moving to the next slide. The next topic in this lesson, we are going to discuss the types of electron emission. So, number of ways electron emission possible ആണ്. The phenomenon of emission of electrons from a metal surface is called electron emission. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഔട്ട്സൈഡിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോൺ എമിഷൻ എന്ന് വിളിക്കുന്നത്. Am I correct? So the first one is thermionic emission. ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് വരുന്ന, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തെർമിയോണിക് എമിഷൻ. പേരിൽ തന്നെയുണ്ട് തേം അല്ലെങ്കിൽ തെർമൽ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. ഗോട്ട് ഇറ്റ്? നമ്പർ 2, ഫീൽഡ് എമിഷൻ ഓർ കോൾഡ് കാത്തോഡ് എമിഷൻ. ഹെവി ആയിട്ടുള്ള ഹൈലി ഇലക്ട്രിക് ഫീൽഡ്, ഹൈ മാഗ്നിറ്റ്യൂഡുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ പുറത്തു വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് എമിഷൻ ഈസ് കോൾഡ് ആസ് ദ ഫീൽഡ് എമിഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് കാത്തോഡ് എമിഷൻ. ദ തേർഡ് വൺ, നമ്പർ 3, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. സൺലൈറ്റ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അപ്പോൾ സൺലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് തട്ടിയാൽ അതിൽ നിന്നും, സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് സെക്കൻഡറി എമിഷൻ. ഹെവി അല്ലെങ്കിൽ ഫാസ്റ്റ്ലി മൂവ് ചെയ്യുന്ന ഒരു വലിയ ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ട് മെറ്റലിൻ്റെ സർഫസിലേക്ക് ഹിറ്റ് ചെയ്തിട്ട് ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്കെടുക്കുന്ന കൈൻഡ് ഓഫ് പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് എമിഷനെയാണ് സെക്കൻഡറി എമിഷൻ എന്ന് വിളിക്കുന്നത്. Okay, so these are the 4 different emissions. Number 1 is thermionic emission. Number 2 is field emission or cold cathode emission. Number 3 is photoelectric emission. The fourth one is secondary emission. Then I am moving to the next part. See, what is photoelectric effect? That is the next topic we are going to discuss here. The topic is photoelectric effect. So, definition already ഇവിടെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. So, what is the definition? When light of suitable frequency, ഒരു ലൈറ്റ് അതിന് ഫ്രീക്വൻസി ഒരു സ്യൂട്ടബിൾ ആയിട്ടുണ്ട്, അനുയോജ്യമായ ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം, ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ദ ഫെനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് തട്ടുകയും ആസ് എ റിസൾട്ട് ദി ഇലക്ട്രോൺസ് വിൽ എജക്റ്റ് ഫ്രം ദ മെറ്റൽ സർഫേസ്. അങ്ങനെ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് വിളിക്കുന്നത്. ഇഫക്റ്റ് എന്നും പറയാം. ദെൻ അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും, സോ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഓൾസോ. ആം ഐ റൈറ്റ്? ദെൻ ഹിയർ ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, സീസിയം ആൻഡ് റുബീഡിയം. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, സീസിയം ആൻഡ് റുബീഡിയം ആർ highly photosensitive, one of the important concepts. Okay, then metals ആയിട്ടുള്ള സിങ്ക് ഉണ്ട്, അലുമിനിയം ഉണ്ട്, കാഡ്മിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. റെസ്പോൺസ് ഓൺലി ടു അൾട്രാ വയലറ്റ് ലൈറ്റ്.
സോ അത്രമാത്രം ഫോട്ടോ സെൻസിറ്റീവ് അല്ല ഈ പറഞ്ഞ മെറ്റൽസ്. സോ അതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ ഐ ആം മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ആക്ച്വലി ഹെഡ്സ് ഒബ്സർവേഷൻ. ഹെഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1887 ആക്ച്വലി ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫൗണ്ട് ചെയ്തത്, കണ്ടെത്തിയത്. സോ കോൺസെപ്റ്റ് ഇതാണ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഓക്കെ, യു വി ലൈറ്റ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഒരു മെറ്റൽ സർഫേസിലേക്ക്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഒരു മെറ്റൽ സർഫേസിലേക്ക് വന്ന് തട്ടിയപ്പോൾ, വന്ന് പതിച്ചപ്പോൾ ആ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇതായിരുന്നു ഹെഡ്സ് ഒബ്സർവ് ചെയ്തത്. ഓർത്ത് വയ്ക്കുക, സിംപ്ലി സാധാരണ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹെഡ്സ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഹെഡ്സ് ആയിരുന്നു എന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ദെൻ ആഫ്റ്റർ ഇതുമായി ബേസ് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി കണ്ടെത്തിയ കാര്യങ്ങളുണ്ട് കുറച്ച് സയൻറ്റിസ്റ്റും. അതുപോലെ തന്നെ ആഫ്റ്റർ ബാക്കി വരുന്ന ഹോൾബാക്സ് ആൻഡ് ലെനാർഡ്സ് ഒബ്സർവേഷൻ. സോ സിങ്ക് മെറ്റൽ പ്ലേറ്റിലേക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വന്ന് പതിച്ചപ്പോൾ, ഇൻസിഡൻറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാൻ തുടങ്ങി, വരാൻ തുടങ്ങി. സോ അതായിരുന്നു അടുത്ത സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ഹോൾവാക്സും ലെനാർഡും ഒബ്സർവ് ചെയ്തത്. സോ സിങ്ക് മെറ്റൽ പ്ലേറ്റിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക. അതാണ് ആര് ചെയ്തത്? ഹോൾവാക്സും ലെനാർഡും. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ സിങ്ക് പ്ലേറ്റ് ഉണ്ട്, സിങ്ക് പ്ലേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു. അതായിരുന്നു ആ കോൺസെപ്റ്റ്. ദെൻ ആഫ്റ്റർ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. സോ ലെനാർഡും അതുപോലെ തന്നെ മില്ലിക്കണും ചേർന്നുകൊണ്ട് ആഫ്റ്റർ ഒന്നുകൂടി ഈ എഫക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അതിൻ്റെ ഫലമായി ആസ് എ റിസൾട്ട് തൽഫലമായി ഒരു ഫിഗറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫുകളൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇൻ ദ ഫിഗർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ആ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബിലേക്ക് സൺലൈറ്റ് വന്ന് പതിക്കാൻ നമ്മൾ അതിൻ്റെതായ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ യു ക്യാൻ സീ ഹിയർ ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്, ദെൻ ദർ ഈസ് സം കോട്സ് വിൻഡോ. മോറോവർ ഇതിലൂടെ ലൈറ്റ് ഇതാ ഇങ്ങനെ എൻട്രി നടത്തുന്നുണ്ട്. ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് ആണ്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ദെൻ ഹിയർ മൈക്രോ അമ്മീറ്റർ ഉണ്ട്, മോറോവർ റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു DC സോഴ്സ്, ഒരു ബാറ്ററി ഉണ്ട്. സോ ലെനാർഡും മില്ലിക്കണും കണ്ടെത്തിയ ഒരു ഫിഗറും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ സ്റ്റഡി നടത്തിയതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് റൈറ്റ് നൗ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. സോ കോൺസെപ്റ്റ്, ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബിൽ ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ പ്ലേസ് ചെയ്യുകയും ലൈറ്റ് അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുകയും ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരികയും ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറാണ്. ദെൻ ഇവിടെ ആനോഡ് എ കൊടുത്തിട്ടുണ്ട്, ദെൻ കാത്തോഡ് എന്നും അതർ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് പറയാൻ പറ്റും. സോ ഇതായിരുന്നു ലെനാർഡും മില്ലിക്കണും ചെയ്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇതുമായി ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ഗ്രാഫുകളും അവരുടെ കണ്ടെത്തലുകളുമാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സി ദ ഫസ്റ്റ് വൺ, ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിന് എന്ത് മാറ്റമുണ്ടാകുന്നു, എന്ത് ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദ ഫസ്റ്റ് ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് പറയാം, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടുന്നു, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കുറയുന്നു. ദറ്റ് ഈസ്
the both quantities are indirectly proportional. That part over. Then I am moving to the next, that is the second concept, that is effect of potential. So വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന് എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. സോ അതിൻ്റെ ഗ്രാഫുകൾ നിങ്ങൾ നോക്കൂ. ഇവിടെ ആനോഡ് പൊട്ടൻഷ്യൽ വി ഹാവ്, അതുപോലെ തന്നെ ഫോട്ടോ കറന്റ് ഉണ്ട്. ദെൻ ഡിഫറെൻ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള ഗ്രാഫ് വരച്ചിട്ടുണ്ട്. I3 greater than I2 greater than I1 here. ഇൻറ്റൻസിറ്റി കൂടിയ കൂടിയതും ഓർഡർ കുറഞ്ഞതും വീണ്ടും കുറഞ്ഞതുമായിട്ടുള്ള ഗ്രാഫുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ ആനോഡ് പൊട്ടൻഷ്യൽ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് എടുക്കാം, ലെഫ്റ്റ് സൈഡിലേക്ക് എന്തായിരിക്കും, അതിന് നെഗറ്റീവ് പാർട്ടാണ് വരിക. ദെൻ ആനോഡ് പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ നേരത്തെ വരച്ച ആ പൊട്ടൻഷ്യൽ മീൻസ് ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഗ്രാഫ് വരക്കുന്നത്. സോ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് ഈ ഒരു 3 ഇൻറ്റൻസിറ്റിയുടെ ഗ്രാഫും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ V0 എന്ന് വിളിക്കുന്നത്. V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന പേര് കൊടുത്താണ് കൺസിഡർ ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, കോൺസെപ്റ്റ് ഇതാണ്. ദ വാല്യൂ ഓഫ് ദ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ, ദ വാല്യൂ ഓഫ് ദ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ബിക്കം 0. ഈ ഒരു പോയിന്റിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റിന് വാല്യൂ ഉണ്ടാവില്ല, അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ കറന്റ് ഉണ്ടോ? ഈ ഒരു പോയിന്റിൽ കറന്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല. V0 എന്ന് പറയുന്ന പോയിന്റിൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ആ പോയിന്റിനെ അല്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജിനെ കട്ട് ഓഫ് വോൾട്ടേജ്, 0 വോൾട്ടേജ്, 0 പൊട്ടൻഷ്യൽ ഓർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന പേര് നമുക്കിട്ട് വിളിക്കാം. ദെൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ Kmax ഈക്വൽ ടു ഹാഫ് mv max സ്ക്വയർ ഈക്വൽ ടു E ഇൻറ്റു V0. അതാണ് അതിൻ്റെ ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത്. സോ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് ഇൻറ്റൻസിറ്റി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു കാര്യം കൂടി എല്ലാവരും ഓർത്തു വെക്കണം. സോ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആയിരുന്നു, അതായത് പൊട്ടൻഷ്യലിന് എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് എന്ന്. ദെൻ അഗെയിൻ ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇതിനെന്തെങ്കിലും റോള് ഇവിടെ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. വീണ്ടും ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. സോ ഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ ദ ഫസ്റ്റ് ഗ്രാഫ് ഈസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എക്സ് ആക്സിസിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വൈ ആക്സിസിലും, അതായത് V0 ഗ്രാഫ് എടുത്ത് വരച്ചപ്പോൾ 2 മെറ്റൽ പ്ലേറ്റ്, ഡിഫറെൻ്റ് മെറ്റൽ പ്ലേറ്റ്സിൻ്റെ ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് മെറ്റൽ എ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെറ്റൽ ബി ഹിയർ. ദെൻ വർക്ക് ഫംഗ്ഷൻ W1 എന്നും W2 എന്നൊക്കെ കാണാൻ കഴിയും. 2 ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട് അല്ലേ, 2 ഫ്രീക്വൻസിയും, ഒന്ന് ν0യും മറ്റൊന്ന് ν0' ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു കണ്ടീഷൻ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ന്യൂ എന്ന് പറയുന്നത് ν0' വലുതാണ്. 2 കേസിലും ആ ഒരു കോൺസെപ്റ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇപ്പുറത്തെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാകുന്നത് എക്സ് ആക്സിസിൽ കളക്ടർ പ്ലേറ്റ് ആണ്. ദെൻ വൈ ആക്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ആണ്. സോ നേരത്തെ ചെയ്ത പോലെ കളക്ടർ പ്ലേറ്റും ഫോട്ടോ ഇലക്ട്രിക് കറന്റും പോസിറ്റീവായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതൊരു കോമൺ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ അത് സാച്ചുറേറ്റ് വരുന്നു ഒരു കോമൺ പോയിന്റിലേക്ക്. തിരിച്ച് നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വയർ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇവിടെ ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ -V01, -V02, -V03 ഇങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലിലേക്ക് ആ വാല്യൂ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. ആ ഒരു കാര്യം കൂടി ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് പോസിറ്റീവ് സൈഡിൽ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു, ഇത് ഇൻക്രീസ് ചെയ്യുന്നു, ഇത് ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ അത് സാച്ചുറേഷൻ എത്തുന്നു. ആഫ്റ്റർ നമ്മൾ ആനോഡ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്താലും അതിന് കാര്യമായിട്ട് മാറ്റമൊന്നും വരുന്നില്ല.
അതുകൊണ്ടാണ് ടെക്നിക്കലി അതിൻ്റെ പേര് എന്ന് കൊടുത്തത് സാച്ചുറേഷൻ കറന്റ് എന്ന് കൊടുക്കാൻ കാരണം. ദെൻ ഈ സാച്ചുറേറ്റഡ് കറന്റിനെ ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യലും ഇപ്പുറത്തുള്ള ഫോട്ടോ ഇലക്ട്രിക് കറന്റും അത് നെഗറ്റീവ് വാല്യൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറന്റിന്റെ വാല്യൂ 0 ആവുന്നു. ബട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ആ ഒരു ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നു. ആക്ച്വലി ഇതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ഗ്രാഫാണ്. സോ നമ്മളിവിടെ പ്രാക്ടിക്കലി ഒന്നും ചെയ്യുന്നില്ല. സോ തിയറി ബേസ് മാത്രമേ പോകുന്നുള്ളൂ. സോ അതുകൊണ്ട് ഗ്രാഫുകൾ ഓർത്ത് വെക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാല്യൂസ് നമ്മൾ ചെയ്യുന്നില്ല, ഫിസിക്സ് ലാബിലും നമ്മൾ പ്ലസ് ടുവിൽ ഇത് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഗ്രാഫ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. സോ പറഞ്ഞ കോൺസെപ്റ്റും ഗ്രാഫും ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ ആഫ്റ്റർ ത്രെഷോൾഡ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? അഗെയിൻ ഇറ്റ് ഈസ് എ മിനിമം വാല്യൂ ഓഫ് ഫ്രീക്വൻസി അല്ലേ, ഒരു കുറഞ്ഞ വാല്യൂ ഓഫ് ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? ബിലോ വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ് ഓൾ ടുഗദർ. അപ്പോൾ ഒരു റേഞ്ചാണ്, ഒരു ബൗണ്ടറിയാണ്, ഒരു ലിമിറ്റാണ്. അതിൻ്റെ താഴെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ, ആ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ താഴെയാണ് ലൈറ്റ് സോഴ്സിലെ ഫ്രീക്വൻസി വരുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. അതിൻ്റെ എബവ് ആണ്, അല്ലെങ്കിൽ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ വലുതാണെങ്കിൽ, കൂടിയ വാല്യൂ ആണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുകയും, ഈ ത്രെഷോൾഡിൻ്റെ താഴെയാണ് വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയും ചെയ്യുന്നില്ല. സോ ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിയാണ്, ആ ഒരു ക്രിട്ടിക്കൽ ആ ഒരു പാർട്ടിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ദെൻ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, സോ സ്റ്റുഡൻസ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന കുറച്ച് ബേസിക്സ് കോൺസെപ്റ്റുകളാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാം. സോ നന്നായിട്ട് പഠിച്ചു വരിക. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.